ഇതാണ് കിൻവ, അതായത് ഒരു ചെറുധാന്യമാണ്, ഒരു മില്ലറ്റ്. കിന എന്ന് കേൾക്കുമ്പോൾ ഇത് ഞങ്ങൾ കണ്ടിട്ടില്ലല്ലോ കേട്ടിട്ടില്ലല്ലോ എന്നൊന്നും പറയരുത്. ഇനി സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോൾ ഈ സ്പെല്ലിങ്ങിൽ കാണുന്ന സാധനം തന്നെയാണ് കേട്ടോ. QUINOA, കിന എന്ന് വിളിക്കും. അതാണ് ഈ സാധനം. ഇത് ഞാൻ ആദ്യം കാണുന്നത് ഹിമാലയ യാത്ര ചെയ്യുമ്പോൾ അവിടെ ഒരു ഗ്രാമത്തിൽ കൂടി ഞങ്ങൾ സഞ്ചരിക്കും. പഞ്ചകേദാരങ്ങളിലൊന്നായ കൽപ്പേശ്വറിൽ പോകുമ്പം അവിടേക്ക് കുറച്ച് ദൂരം നടന്നു പോകണം. അപ്പോൾ അവിടെ സഞ്ചരിക്കുമ്പോൾ അതിമനോഹരമായിട്ടുള്ള നമ്മുടെ കോഴിവാലൻ ചെടിയുടെ പൂ പോലെ പൂവുള്ള ഒരു തരം ചെടി അവിടെ ഇങ്ങനെ നിൽക്കുന്നത് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു. പക്ഷെ അതിൻ്റെ പേരെന്താണെന്നൊന്നും പിന്നെ മനസ്സിലായില്ല. അപ്പോൾ അതിൻ്റെ പൂവൊക്കെ നമ്മൾ ഒഴിച്ചു കുറച്ച്. പൂവല്ല, അതപ്പം നോക്കിയപ്പോൾ അത് നിറയെ ഇവരുടെ കായകളുണ്ട്, ചെറിയ അരികൾ. അതിന് കോഴിവാലൻ ചെടിക്ക് ചീരയുടെ വിത്ത് പോലത്തെ വിത്താണല്ലോ. അപ്പോൾ അതിൻ്റെ വിത്ത് ഇതുപോലെ ഇരുന്നു. പിന്നീടാണ് ബദരീനാഥ്, കേദാർനാഥ് ഒക്കെ ക്ഷേത്രങ്ങളിൽ പോയപ്പം അവിടെ തരുന്ന ലഡു എന്ന് പറയുന്നത് പൊരിയും ഇതിൻ്റെ ഈ ധാന്യത്തിൻ്റെ. അപ്പോൾ ഇത് കിന ആണെന്ന് മനസ്സിലായിട്ടില്ലായിരുന്നു. ഇതും കൂടെ ചേർത്തിട്ടുള്ള ഒരു പൊരിയാണ് കഴിച്ചത്. അപ്പം നമ്മൾ ആ ഗ്രാമീണരോട് ഇത് ഒടിച്ചിട്ട് ചോദിച്ചത് എന്തിനാണെന്നൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ ചപ്പാത്തിക്കൊപ്പം റൊട്ടി ഉണ്ടാക്കി കഴിക്കും എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ കേട്ടിരുന്നത് ധാരാളം. പിന്നീട് ഇപ്പോഴാണ് ഇത് കാണുന്നത്. ഇതിനെക്കുറിച്ച് കുറേ കേട്ടിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം വാങ്ങിച്ചു. ഇത് ഒട്ടും തന്നെ കാർബോഹൈഡ്രേറ്റ്സ് ഇല്ല. ഇതിൻ്റെ ഗ്ലൈസിമിക് ഇൻഡെക്സ് എന്ന് പറയുന്നത് 53 ഉള്ളൂ. അതായത് മറ്റുള്ള ധാന്യങ്ങളെക്കാളൊക്കെ വളരെ കുറവാണ്. വളരെ പ്രോട്ടീൻ റിച്ചാണ്. ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട് ഇതിന്. വെയ്റ്റ് ലോസും ആഗ്രഹിക്കുന്നവർക്ക് ഇത് ഏറ്റവും നല്ലൊരു ഭക്ഷണമാണ്. ഇത് സാലഡ്, ഉപ്പുമാവ് ഒക്കെ ഉണ്ടാക്കുക. ഇപ്പം വേവിച്ചിട്ടാണ് സാലഡ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ വേവിച്ചിട്ടാണ്. അപ്പം ഇന്ന് ഞാൻ വേവിച്ചിട്ടൊരു സാലഡ് പോലെ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇത് അരമണിക്കൂറായിട്ട് ഞാനിപ്പോൾ വെള്ളത്തിലിട്ടിരിക്കുകയായിരുന്നു. ഇനി ഇത് കഴുകി വാരി ഒരു അരിപ്പയിൽ ഇത് കുറച്ച് നേരം വെക്കും. വെള്ളത്തിലിട്ട് 3-4 പ്രാവശ്യം ഒലച്ച് തിരുമ്മി ഞെരടിയിട്ട് കഴുകിയതാണ്. അതിനി അവസാന വെള്ളത്തിൽ നിന്ന് അതെടുത്ത് ഒന്ന് കുതിരാൻ വെക്കും. കുറച്ച് നേരം, കുതിരാനല്ല, വെള്ളം തോർന്നു പോകാൻ. കുറച്ച് കഴിഞ്ഞിട്ട് ഇത് വേവിക്കാം. 1 കപ്പ് കിനയാണ് നമ്മൾ കുതിർത്ത് വെച്ചിരുന്നത്. അത് 4 കപ്പ് വെള്ളത്തിലേക്ക് കുക്കറിലേക്ക് ഇട്ട് വേവിക്കുകയാണത്. കുതിർത്ത കിന 4 ഇരട്ടി വെള്ളം ചേർത്ത് പാകം ചെയ്താൽ ഇതുപോലെ പോറിഞ്ച് പരുവായി പോകും. അപ്പോൾ രാവിലെ ഞാൻ ഇത് പാചകം ചെയ്ത് സാലഡ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. അവസാനം ഇതിൻ്റെ പകുതി എടുത്തത് കുറച്ച് ഫ്രൂട്ട്സൊക്കെ ചേർത്ത് പോറിഞ്ചാക്കി കുട്ടികൾക്ക് കൊടുത്തു. പക്ഷെ ഇപ്പോൾ ഞാനിതിനെ ബാക്കി കുറച്ചധികം ഉണ്ടായിരുന്നു, ഇതിനെ ഒരു പായസമാക്കാൻ പോവുകയാണ്. അപ്പോൾ എന്തായാലും ഒരു കാര്യം മനസ്സിലായി, ഈ പ്രാവശ്യം ഓണത്തിന് നമുക്ക് ഒട്ടും തന്നെ കാർബോഹൈഡ്രേറ്റിൻ്റെ കണ്ടൻറ്റ് വളരെ കുറഞ്ഞ, ഒട്ടും തന്നെ ഷുഗർ കണ്ടൻറ്റ് ഇല്ലാത്തത്, ഫൈബറസ് ആയിട്ടുള്ള ഏറ്റവും നല്ല മില്ലറ്റ് കൊണ്ടുള്ള ഒരു 1-1/2 പായസം കുടിക്കാം. നന്നായി വെന്തക്കിന ചൂടായ ഒന്നുകിൽ തിളപ്പിച്ച പാൽ അല്ലെങ്കിൽ തേങ്ങാപ്പാലിലേക്ക് ഇട്ട് നന്നായി ഇളക്കുക. അടുപ്പിൽ വെച്ച് നന്നായി ഇളക്കുക. ആവശ്യത്തിന് തേങ്ങാപ്പാലാണെങ്കിൽ ശർക്കരപ്പാനി ചേർക്കാം. ഞാനിപ്പോൾ ചേർക്കുന്നത് ബ്രൗൺ ഷുഗറാണ്. മധുരത്തിന് പാകത്തിന്, മധുരം നോക്കിയിട്ട് മധുരത്തിന് പാകത്തിന് ബ്രൗൺ ഷുഗർ ചേർക്കുക. അതൊക്കെ നമ്മുടെ ഒരു ഇഷ്ടമനുസരിച്ച്, ഓരോരുത്തർക്കും ഓരോ വീട്ടിലും ഓരോ തരത്തിലായിരിക്കുമല്ലോ ഇഷ്ടങ്ങൾ. ചേർക്കുക. പിന്നെ ഞാനിപ്പോൾ ഇടുന്നത്, ഇത് പാല് ചേർത്തത് കൊണ്ട് ബദാമും കശുവണ്ടിയും നെയ്യിൽ വറുത്തത് ധാരാളമായിട്ട് ചേർത്ത് കൊടുക്കുക. ഓണത്തിനേക്ക് 1-1/2 കിന പായസം തയ്യാർ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ.